ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതോടെ പാലക്കാട് ലക്കിടിയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചു. 16 മാസത്തെ വേതന കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്നാണ് ജീവനക്കാർ കൂട്ട അവധിയെടുത്തത്. സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാന്റ് നിലച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം. കേരളത്തിലൊരു കലാരൂപം എങ്ങനെ അന്യം നിന്ന് പോകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കുഞ്ചൻ സ്മാരകത്തോടുള്ള സർക്കാർ അവഗണന. സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാന്റുകൾ വിനിയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകി പോന്നിരുന്നത്. എന്നാൽ 1.5 വർഷത്തോളമായി ഗ്രാന്റ് ലഭിക്കാതായതോടെയാണ് കേന്ദ്രം പ്രതിസന്ധിയിലായത്. സ്മാരകം ജീവനക്കാർക്ക് 11 മാസത്തെയും കലാപീഠം ജീവനക്കാർക്ക് 16 മാസത്തെയും വേതനമാണ് ലഭിക്കാനുള്ളത്. യാത്രാ ചെലവിന് പോലും പണമില്ലെന്നും കടുത്ത പ്രതിസന്ധിയിലാണെന്നും കാണിച്ചാണ് ഭരണസമിതിക്ക് ജീവനക്കാർ അവധി അപേക്ഷ നൽകിയത്. സ്മാരകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശമ്പള കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ടവധിയിൽ പോകുന്നത്. കുടിശ്ശിക പ്രശ്നത്തിൽ ജീവനക്കാർ നേരത്തെ നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. 16-17 മാസക്കാലമായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. സംസ്ഥാന ഭരണകൂടം നമ്മുടെ സാംസ്കാരിക നായകരെയും സാംസ്കാരിക സ്ഥാപനങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കുഞ്ചസ്മാരകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അപജയം. സ്മാരകത്തിൽ തന്നെ 2008 ആരംഭിച്ച കലാപീഠത്തിൽ തുള്ളൽ, മൃദംഗം, മോഹിനിയാട്ടം, ശാസ്ത്രീയ സംഗീതം എന്നിവ 200ഓളം വിദ്യാർത്ഥികൾ അഭ്യസിക്കുന്നുണ്ട്. ഇവരെ പൂർണ്ണമായി പ്രതിസന്ധിയിലാക്കുന്നതായി അധ്യാപകരുടെ കൂട്ടാവധി. ക്ലാസുകൾ മുടങ്ങുന്നതിൽ വലിയ വിഷമത്തിലാണ് വിദ്യാർത്ഥികൾ. കഴിഞ്ഞ 15-ാം തീയതി തൊട്ട് ഞങ്ങൾക്ക് കലാപീഠത്തിൽ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ടീച്ചർമാർക്ക് കഴിഞ്ഞ 16 മാസമായി ശമ്പളം നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എക്സാം എന്താവുമെന്നോ ക്ലാസ്സുകൾ എന്താവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഗവൺമെന്റിന്റെ എത്രയും പെട്ടെന്നുള്ളൊരു ഇടപെടൽ കൊണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സിന് പഴയ പോലെ ക്ലാസ്സിലേക്ക് വരാനൊരു അവസരം ഉണ്ടാക്കി ഒരു സ്മാരകം പഴയ പോലെ പ്രവർത്തനക്ഷമമാക്കി എടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജീവനക്കാർ എത്താതായതോടെ സ്മാരകം കാണാനെത്തുന്നവരും നിരാശയിലായി. എന്നാൽ ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം നടപടി ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ് സ്മാരകം സെക്രട്ടറി അറിയിക്കുന്നത്. പക്ഷേ ഈ വാഗ്ദാനത്തിലും വലിയ പ്രതീക്ഷ ജീവനക്കാർ വെച്ചു പുലർത്തുന്നില്ല. ഒരുപക്ഷെ സർക്കാർ അവഗണന ഇതുപോലെ തുടരുകയാണെങ്കിൽ ഈ സ്മാരകം തന്നെ ഓർമ്മയായേക്കും. സാംസ്കാരിക വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. കുഞ്ചൻ നമ്പ്യാരുടെയും ഓട്ടംതുള്ളൽ എന്ന കലാരൂപത്തിൻ്റെയും ഏറെ ഓർമ്മകൾ അവശേഷിക്കുന്ന സ്മാരകമാണ് കടുത്ത അവഗണന നേരിടുന്നത്. ശമ്പളമില്ലാതെയാണ് ഇത്രയും നാൾ അധ്യാപകരും ജീവനക്കാരും സേവനം തുടർന്നു വന്നത്. അത് ആ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതുപോലെ 1-2 മാസമല്ല, 16 മാസമാണ് ശമ്പളമില്ലാതെ അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നത്. യാത്രാ ചെലവിന് പോലും പണമില്ലാതെ വന്നതോടുകൂടിയാണ് കൂട്ട അവധിയെടുക്കാനുള്ള തീരുമാനം. കേൾക്കാം ചില പ്രതികരണങ്ങൾ. നമ്മൾ കുഞ്ചൻ നമ്പ്യാർ എഴുതപ്പെട്ടതും വായിച്ചതുമായ ആളെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വന്ന് കാണുന്ന ഒരു ഇതാണല്ലോ. പിന്നെ ഇവിടെ പഠിച്ചിരുന്നത് നമ്മൾ അറിഞ്ഞത് 200 പേരും പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത് തന്നെ പൂട്ടിക്കിടക്കെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണ്. വേറെ പ്രതീക്ഷയോടുകൂടി പലതും കാണാമെന്നുള്ളതിലും കുറേ ആൾക്കാരുണ്ടാവും. വന്ന് നോക്കിയപ്പോൾ ആരുമില്ല എന്ന് കണ്ടപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായി. തീർച്ചയായിട്ടും സ്മാരകത്തിലെ ടീച്ചേഴ്സിന് 1 വർഷത്തോളമായി സാലറി പെൻഡിങ് ആയിട്ട് പോകുന്നവർ വളരെ ജെനുവിനായിട്ടാണ് ക്ലാസ്സസ് എടുത്തിരുന്നത്. ഈ ഒരു സമൂഹത്തിൽ കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 18 മാസമായി അവിടെ ടീച്ചേഴ്സ് അടക്കമുള്ള സ്റ്റാഫിന് ശമ്പളമില്ലാത്തതുകൊണ്ട് അടച്ചിടലിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സ്ഥാപനം. ഈ 18 മാസം എന്ന് പറയുന്ന ഒരു കാലയളവ് ഒരിക്കലും ഒരു ചെറിയ കാലയളവല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെപ്പോലെയുള്ള ഒരു 100-ലധികം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവഗണന എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ 16 മാസങ്ങളായിട്ട് ഞങ്ങളുടെ അധ്യാപകർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 15-ാം തീയതി മുതൽ സ്മാരകം അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ക്ലാസ്സുകളും മുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് മന്ത്രിമാർ അവിടെ വന്നു പോയെങ്കിലും ഞങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം അവരോട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളോ ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല.
സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ. കമന്റ് ബോക്സിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ബാലൻ KVയെ പോലുള്ള ആളുകൾ പറയുന്നു, തുടർച്ചയായി ഇങ്ങനെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെയാണ്, തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് മറ്റെന്താണ് ചിന്തിക്കാൻ കഴിയുക, കൂട്ടാവധി എടുക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. സർക്കാരിൻ്റെ ധൂർത്തിനിടയിൽ ഗ്രാൻഡ് കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു പരിഹാസം വിമർശനം പ്രസാദ് നെന്മാറയെ പോലുള്ള പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ കമന്റ് ബോക്സിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ സജീവമായിട്ടുണ്ട്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ല, അന്വേഷണം നടക്കട്ടെ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ സജീവമായി വിവിധ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സമയത്തിനനുസരിച്ചത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം.